അപ്പോൾ നമ്മുടെ കാറ്റ്മാരൻ ബില്ലിന്റെ കുറേ അപ്ഡേറ്റ്സ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും. പിന്നെ ഇതിന്റെ മേക്കിംഗ് വീഡിയോസ് ഒന്നും രണ്ടെണ്ണം നമ്മൾ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാനുള്ളത്, ഇതുവരെ എന്തൊക്കെ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് കുഞ്ഞു അപ്ഡേറ്റ്സ് ആണ്. പക്കത്തിൽ നമ്മൾ 2 കയാക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അത് മാറ്റി ഈ ഒരു രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഒരു കയാക്കിന്റെ മേലെ തന്നെ 2 ഔട്ട് റീഗർ വരുന്ന രീതിയിൽ. ഈ 2 ഔട്ട് റീഗർ നമ്മൾ ഫൈബർ ഗ്ലാസ്സിലാണ് പണിതെടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞും ഈ ഒരു സെക്ഷനൊക്കെ ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പ്ലാറ്റ്ഫോം മേലെ പണിതിട്ട് ഒരു പഴയ സൈക്കിൾ മേടിച്ചു, ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ ഒരു സൈക്കിളിന്റെ ഈ ഒരു പെഡലിംഗ് സിസ്റ്റം ഇവിടെ ഒരു ഗിയർ ഷാഫ്റ്റും ഫ്രീ വീലും കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഒരു നമ്മുടെ പെഡലിംഗ് സിസ്റ്റവും വരണം. പിന്നെ ഇവിടുന്ന് ഒരു ഇഞ്ചിൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഈ ഷാഫ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ എന്നുവെച്ചാൽ ഒരു ഷാഫ്റ്റിൽ തന്നെ പെഡലും ഇതിനകത്തോട്ട് എഞ്ചിനും വരും. എന്നിട്ട് ഈ ഷാഫ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. നീണ്ടുപോയിട്ട് ഇവിടുന്ന് ഒരു 90 ഡിഗ്രിയുടെ ഒരു ഗിയർ വെച്ചിട്ട് നേരെ പുറത്തോട്ട് ഒരു 4 അടി ഹൈറ്റിലുള്ള പ്രൊപ്പൈലർ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഷാഫ്റ്റും സെറ്റുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാർക്കറ്റിൽ പ്രൊപ്പൈലർ നമുക്ക് ഒരേ സൈസിലുള്ള ലെഫ്റ്റും റൈറ്റും ആണ് വേണ്ടത്. കാരണം നമ്മളെ ഷാഫ്റ്റും ഈ സിസ്റ്റവും മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ഒരിക്കലും ഒരേ ഡയറക്ഷനിലല്ല, രണ്ട് ഡയറക്ഷനിലാകും വരിക. അപ്പോൾ രണ്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സാധനം നമ്മൾ തന്നെ ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഈ ഒരു അളവിലാണ് ഇതിൻ്റെ 4 അടി ഹൈറ്റിൽ ഇങ്ങോട്ടാണ് ഇതിൻ്റെ പ്രൊപ്പൈലർ വരിക. പിന്നെ ബാക്കിൽ നമ്മളിതിനൊരു ടെയിൽ റഡാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്ന കയാക്കിന് വരുന്ന ഒരു റഡാറായിരുന്നു. അപ്പോൾ അത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ചൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊരു മെറ്റലിൻ്റെ പീസ് കൊടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കേബിളും സാധനങ്ങളൊക്കെ ഇതായിരുന്നു എൻ്റെ പഴയ ഒരു റോപ്പ് സിസ്റ്റം ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ പോകുന്നത്. അപ്പോൾ അത് അത്രയും ഫ്ലെക്സിബിൾ അല്ല, ഭയങ്കരമായിട്ട് ഹാർഡാകുന്നു, വലിയുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കേബിൾ മറ്റേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, സൈക്കിളിൻ്റെ കേബിളൊക്കെ കൊടുത്തിട്ട് അതിനിങ്ങനെ സെറ്റാക്കി നിർത്തി അത് ഇവിടുന്ന് ഹാൻഡിലോട്ട് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാം. ഇത്രയാണ് ഇതിനകത്ത് നിലവിൽ ഇവർ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ. അടുത്ത സ്റ്റെപ്പിലാണ് ഈ പറയുന്ന ഷാഫ്റ്റ് ഇത് ഞാൻ പണിയാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൈ കിട്ടിയാൽ അത് സെറ്റ് ചെയ്ത് ഈ പറയുന്ന പ്രൊപ്പൈലറും പിടിപ്പിച്ച് ഈ പെഡൽ സിസ്റ്റവും കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് വെള്ളത്തിലിറക്കി ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളൂ. കാരണം ഇനി നമുക്ക് ഇതിനകത്ത് കിച്ചൺ സെറ്റപ്പ് വരും. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഒരു ഒരു കണ്ടെയ്നർ സെറ്റപ്പ്, ഒരു ബോക്സ് ടൈപ്പ് ചെയ്തിട്ട് കിച്ചണിൻ്റെ സ്റ്റൗവും ബാക്കി സാധനങ്ങളും ഒക്കെ വെക്കാവുന്ന ഒരു സെറ്റപ്പ്. അതുകൂടാതെ ഇവിടെ നമ്മുടെ ഗ്യാസും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരും. അതുകൂടാതെ ഈ 2 സൈഡിലായിട്ട് നമുക്ക് ആൾക്ക് കിടക്കാനുള്ള, ഒരാൾക്ക് ഇവിടെയും കിടക്കാം, ഒരാൾക്ക് അവിടെയും കിടക്കാവുന്നൊരു പ്ലാറ്റ്ഫോം പണിയണം. പിന്നെന്താ ഇവിടെ ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും ഒരു സൈക്കിളിൻ്റെ ഒരു ബാഗ് ഉണ്ട്, എൻ്റെ പൈനിയർ ബാഗ്. അത് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജും കിട്ടും. അപ്പോൾ സ്റ്റോറേജ് എക്സ്ട്രാ ഒരെണ്ണം ഇവിടെ വരും. പിന്നെ ഒരു വലിയൊരു ഐസ് ബോക്സ് ടൈപ്പ് 2 എണ്ണം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാവുന്ന രീതിയിൽ അതും വരും. പിന്നെ ഈ കാണുന്ന സ്റ്റോറേജുകളൊക്കെ ഓൾറെഡി ഇതിനകത്തുണ്ട്. പിന്നെ മെയിൻ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് എഞ്ചിനിൽ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ബാറ്ററി ബാക്കപ്പ്, നമുക്ക് ഫോണും ലൈറ്റും ബാക്കി കാര്യങ്ങൾക്കുള്ള എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി തീരുന്നുള്ളത് ഇത് തീർന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൂടാതെ ഇതിൻ്റെ മേലെ ഒരു മേൽക്കൂര പണിയണം. ഇങ്ങനെ അതായത് പല ഡിസൈനും പല ഐഡിയാസും മനസ്സിലുണ്ട്. ഈ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും അതുപോലെ ഇവിടെ കിടക്കുന്ന 2 പേർക്കും കറക്റ്റായിട്ട് വെയിലും മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ. പിന്നെ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ഉള്ള വെയിറ്റും ഒക്കെ കൂടിയായിട്ട് വെള്ളത്തിലൂടെ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ മോഡിഫിക്കേഷൻസോ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യും. നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വെള്ളത്തിലൂടെ നമുക്ക് കായലിലൂടെ ഒരു ബോട്ട് ലൈഫ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി അപ്ഡേറ്റ്സുകൾ വഴിയെ കാണാം.